ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സഹിച്ചൊരു മനുഷ്യൻ. ആ പരാജയങ്ങൾ മാറുമെന്നും അനുഗ്രഹിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്ന ചരിത്രമാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലെ യബ്ബേസിന്റെ ചരിത്രം. അവനൊരു വ്യസനപുത്രനായി ജനിക്കുകയാണ്. ചരിത്രം പറയുന്നു, സ്തോത്രം, ധാരാളം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുള്ള ഒരുവനായിട്ട് യബ്ബേസ് ജനിച്ചു. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിത് ധ്യാനിക്കുന്നത്. അതിന് രണ്ട് ലൈൻ മാത്രം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിഥികൾ വിസ്താരമാക്കണം. വചനം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. യബ്ബേസ് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. നീ ജനിച്ച സാഹചര്യം ഏതുമാകട്ടെ, നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഏതുമാകട്ടെ, വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നീയെങ്കിലും നിനക്കൊരു ഉറപ്പുണ്ടോ, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നോട് ചേർന്ന് ഈ വചനം കേൾക്കുന്നവർ പറയാമോ, ഇപ്പോഴുള്ളതല്ല നിന്റെ ഭാവി, ഇപ്പോൾ നീ കാണുന്നതല്ല നിന്റെ ഫ്യൂച്ചർ, ഇതെല്ലാം മാറാൻ പോവാ. നിന്റെ ജീവിതം മുഴുവൻ മാറാൻ പോകുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുക. സ്തോത്രം. യബ്ബേസ് പറയുകയാണ്, എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? സാഹചര്യം കാണുമ്പോൾ കാറ്റിൽ ഒലയുന്ന വൃക്ഷശിഖരം പോലെ നിങ്ങൾ ഉലഞ്ഞു മറിയുകയല്ലേ? ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിശ്ചയമായും അമ്മി സ്തോത്രം നീ വിശ്വസിക്കുന്നു? എന്നിട്ട് പറയുക, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കണം. ആരെല്ലാം നിനക്ക് അതിർവരമ്പ് സൃഷ്ടിച്ചോ, ആ അതിരുകളൊക്കെ വിസ്താരമാകാൻ പോവാ. യബ്ബേസിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ആത്മീക ദൂത്, എത്ര വലിയ പരാജയത്തിൽ നീ ജനിച്ചാലും, എത്ര വലിയ പരാജയത്തിൽ നീ ജീവിച്ചാലും, എത്ര വലിയ തകർച്ചയിലേക്ക് നീ താണുപോയാലും നീ പേടിക്കരുത്. സ്തോത്രം. നിന്നെ അവിടുന്ന് പൊക്കിയെടുക്കാൻ നിന്റെ പ്രയറിന് കഴിയും. നമുക്ക് ആമി ഒന്നിച്ചൊന്ന് പറയാം, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകളെ അടച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യബ്ബേസിനെ പോലെ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുമെന്ന ഉറപ്പോടെ ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ കൽപ്പിക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. ഗോഡ് ബ്ലെസ് യു.